എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളൊരു വിയുവിൻ്റെ ടി വി ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. വിയുവിൻ്റെ 32 ഇഞ്ച് ടി വി ആണ്. മോഡൽ വന്നിട്ട് 32SM എന്നാണ്. FRU VU32A5601 എന്നാണ് മോഡൽ കേട്ടോ. അപ്പോൾ 2019 ഇറങ്ങിയൊരു ടി വി ആണിത്. അപ്പോൾ ഇതിൻ്റെ നമുക്കൊരു കംപ്ലയിൻ്റ് ഉണ്ട്, നമുക്ക് എന്താ നോക്കാം. അപ്പോൾ ഈ ഒരു ടി വി ഒരു അടിപൊളി ടി വി ഒക്കെയാണ്, ഡോൾബി ഒക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ടി വിൻ്റെ താഴ്ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് നമുക്ക് ഇൻ്റർനെറ്റ് ഇൻപുട്ട് കൊടുക്കാനുള്ള കണക്ഷൻ ഉണ്ട്, കൂടാതെ 2 USB സ്ലോട്ട് ഉണ്ട്, പിന്നെ നമുക്ക് AV ഇൻ ഉണ്ട് കേട്ടോ. തൊട്ടിപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഡിജിറ്റൽ ഓഡിയോ ഔട്ട്പുട്ട് ഉണ്ട്, ഓപ്റ്റിക്കലാണ്, കൂടാതെ 3 HDMI ഇൻപുട്ട് ഉണ്ട്, പിന്നെ ഇയർഫോൺ ഔട്ട്പുട്ടൊക്കെ ഉണ്ട്, പഴയ കാർഡൊക്കെ ഇടുന്ന സിസ്റ്റമൊക്കെയാണ്, കൂടാതെ RF ഇന്നും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടി വിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ ഈ ടി വിക്ക് ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. നമ്മൾ പവർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ലൈറ്റ് ഓക്കെയാണ്, പവർ ലൈറ്റ് വരുന്നുണ്ട്. നമുക്ക് സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുമ്പോൾ ടി വിയിൽ സ്ക്രീനൊന്നും വരുന്നില്ല. കൂടാതെ നമ്മൾ സ്റ്റാൻഡ് ബൈ വീണ്ടും അത് ഓഫാക്കാൻ വേണ്ടി നോക്കുമ്പോഴും നമുക്ക് മറ്റൊരു സിഗ്നലിൽ ഇവിടെ കാണിക്കുന്നില്ല, ലൈറ്റ് വരികയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു കംപ്ലയിൻ്റ് എന്താണെന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക, കൂടാതെ ലൈക്ക് ചെയ്യാനും മറക്കണ്ട, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പ്ലേലിസ്റ്റിൽ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അവിടെ നോക്കിയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. അപ്പോൾ ടി വിൻ്റെ ബാക്ക് സൈഡിലുള്ള സ്ക്രൂ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഊരിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ ഡീറ്റെയിലൊക്കെ വോൾട്ടേജുകളൊക്കെ നോക്കിയിട്ട് കംപ്ലയിൻ്റ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാം. ഇതിൻ്റെ അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ബോർഡും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നല്ലൊരു അടിപൊളി ബോർഡൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പവർ സപ്ലൈൻ്റെ സെക്ഷനൊക്കെ നമുക്കിവിടെ കാണുന്നുണ്ട്. നമുക്ക് പ്രൊസസ്സറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് പാനലിലേക്കുള്ള ബോർഡും സ്കെയിൽ ബോർഡും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ വൈഫൈൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ 2 ബോക്സ് ടൈപ്പ് സ്പീക്കറാണ് വരുന്നത്. അപ്പോൾ സറൗണ്ട് ഡോൾബിയൊക്കെ നമുക്കിതിൽ കിട്ടുന്നതാണ്. ഒരു ഡീറ്റെയിൽസ് ആയിട്ടുള്ള സൗണ്ട് നമുക്ക് ഇതിൽ എഫക്റ്റായിട്ട് കിട്ടും, ബോക്സ് ടൈപ്പ് ആയതുകൊണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള കണക്ഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതാണ് ഇതിൽ പവർ സെക്ഷൻ വരുന്നത്. അപ്പോൾ ഈ പവർ സെക്ഷനിൽ എന്തെങ്കിലും എറർ ഉണ്ടോയെന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഡിജിറ്റൽ മൾട്ടിമീറ്ററാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മൾട്ടിമീറ്റർ വെച്ചിട്ട് നമുക്ക് വോൾട്ടേജ് അളന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് പവർ കണക്ട് ചെയ്യാണ്. പവർ കണക്ട് ചെയ്തിട്ട് നമുക്ക് മൾട്ടിമീറ്റർ കണക്ട് ചെയ്തിട്ട് വോൾട്ടേജ് നമുക്ക് മെയിൻ സെക്ഷൻ മുതൽ അളന്ന് വരണം. ഇൻപുട്ട് മുതൽ നമുക്ക് പവർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് നമ്മളിവിടെ 1000 വോൾട്ടിൽ ഇവിടെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇൻപുട്ടിൽ എത്ര വോൾട്ട് വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ മെയിൻ ഫിൽറ്ററിൽ വരുന്ന വോൾട്ടേജ് നമുക്ക് അളന്ന് നോക്കാം. അപ്പോൾ സ്റ്റാൻഡ് ബൈ ലൈറ്റൊക്കെ ഇവിടെ വരുന്നുണ്ട്. നമുക്ക് മെയിൻ ഫിൽറ്ററിൽ ഫസ്റ്റ് വോൾട്ടേജ് ഒന്ന് അളന്ന് നോക്കാം. അപ്പോൾ പ്ലസും മൈനസും കൂടി നമ്മൾ മെയിൻ ഫിൽറ്റർ കപ്പാസിറ്ററോടെ കാണാം. അപ്പോൾ അതിൻ്റെ പ്ലസിലും മൈനസിലും കൂടി നമുക്ക് എത്ര വോൾട്ടേജ് ഉണ്ട് നോക്കുകയാണ്. അപ്പോൾ 358 വോൾട്ട് 59 വോൾട്ട് ഉണ്ട്. അപ്പോൾ മെയിൻ ഫിൽറ്ററിലേക്കുള്ള വോൾട്ടേജ് അത്രയുണ്ട്. അപ്പോൾ കറക്റ്റാണ് വോൾട്ടേജ്. ഒരു 390 വരെ വോൾട്ടേജ് വരാം. അപ്പോൾ ഇനി നമ്മൾ SMPSൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് എത്ര വോൾട്ടേജ് ഉണ്ട് നോക്കാം. അപ്പോൾ SMPSൻ്റെ ഔട്ട്പുട്ടിൽ ഇതിൽ 2 ഔട്ടാണ് വരുന്നത്. ഒന്ന് ബാക്ക് ലൈറ്റിനുള്ള ഔട്ടും പിന്നെ ഒന്ന് വന്നിട്ട് നമുക്ക് 12 വോൾട്ടിൻ്റെ ഔട്ടുമാണ് വരുന്നത്. നമുക്ക് 12 വോൾട്ടിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ നോക്കുമ്പോൾ 12 വോൾട്ട് വരുന്നുണ്ട്. നമുക്ക് ഒന്നുകൂടി ആക്യുറേറ്റ് ചെയ്ത് നമുക്ക് 200 വോൾട്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ 12.1 വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. അപ്പോൾ പവർ സെക്ഷൻ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഓക്കെയാണ്. ഇനി നമുക്കിവിടെ ബാക്ക് ലൈറ്റിൻ്റെ സെക്ഷൻ കൂടി ഉണ്ട്. അപ്പോൾ അതിലും കൂടിയുള്ള വോൾട്ടേജ് ഒന്ന് അളന്ന് നോക്കാം. അതാണ് ബാക്ക് ലൈറ്റിൻ്റെ സെക്ഷൻ വരുന്നത്. അവിടെ ഒരു ഫിൽറ്റർ കപ്പാസിറ്റർ കാണാം. അപ്പോൾ നമുക്ക് അവിടെ വെച്ചാണ് അളന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്കവിടെ 79 വോൾട്ട് വരെ നമുക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. മാക്സിമം ഇവിടെ 79 വോൾട്ട് അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വോൾട്ടേജും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ഓക്കെയാണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് സ്റ്റാൻഡ് ബൈ ഒന്ന് റിലീസ് ചെയ്ത് നോക്കാം. നമുക്ക് സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ ഗ്രൗണ്ട് കണക്ഷൻ നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പ്ലസ് കണക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ സ്റ്റാൻഡ് ബൈ മെല്ലെ റിലീസ് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിവിടെ സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്യാണ്. നമ്മുടെ ടി വി ഇവിടെ ഓണായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ വോൾട്ടേജ് കാണാൻ 12.1 കാണിക്കുന്നുണ്ട്. അത് 4.9 12.1 5 വോൾട്ട് അങ്ങനെ വേരിയൻ്റ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളതിൽ ബാക്ക് ലൈറ്റിൻ്റെ സെക്ഷനിലേക്ക് നോക്കുമ്പോഴും നമുക്ക് വോൾട്ടേജ് ഏകദേശം 70 വോൾട്ട് 69 വോൾട്ടിൽ 68 വോൾട്ടൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ടി വിൻ്റെ കംപ്ലയിൻറ്റ് വന്നിട്ടുള്ളത്.
അപ്പോൾ ഇതെന്താണെന്നാണ് നമ്മളതിന് കണ്ടുപിടിക്കേണ്ടത്. അതെന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ നമുക്കിവിടെ ഔട്ട്പുട്ടിൽ ഒരുപാട് ഡ്രൈവ് വോൾട്ടേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 3.3 ഉണ്ട്, 7 വോൾട്ട് ഉണ്ട്, മൈനസ് വോൾട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു വോൾട്ടേജും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിലുള്ള വോൾട്ടേജും കാര്യങ്ങളും ഞാനിവിടെ ഒരു ഫോട്ടോയിൽ കാണിക്കുന്നുണ്ട്. അത്രയും വോൾട്ടേജ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിലാണ് നമുക്ക് ഇത് സർവീസ് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. 3 വോൾട്ട് വരുന്നുണ്ട്, അതും വേരിയൻ്റ് ചെയ്ത് കളിക്കുന്നുണ്ട്. 5 വോൾട്ടിൻ്റെ അവിടെ 3 വോൾട്ട് വരെ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് 1 വോൾട്ടുള്ളതുണ്ട്, അതും വേരിയൻ്റാണ്. 12 വോൾട്ടും വേരിയൻ്റാണ്. അപ്പോൾ ഒരുപാട് വോൾട്ടേജും കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം ഏതൊക്കെയാണെന്നുള്ളത്. അത് മൊത്തം ഇവിടെ അളക്കുന്നത് ഇവിടെ കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൽ നോക്കിയിട്ട് നിങ്ങൾക്കത് വോൾട്ടേജൊക്കെ അളന്നിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഫോട്ടോയിൽ കൊടുത്തിട്ടുണ്ട് ഇത്രയും വോൾട്ടേജും കാര്യങ്ങളും ഓക്കെ ആവണം. നമ്മളിൽ 1.6 വോൾട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും വോൾട്ടേജും കാര്യങ്ങളും നമ്മൾ സ്ക്രീനിൽ കണ്ട അത്രയും വോൾട്ടേജ് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത്രയും വോൾട്ടേജ് ഓക്കെ ആണെങ്കിൽ നമുക്ക് മറ്റു സെക്ഷനിലേക്ക് നോക്കാം. പവർ സപ്ലൈ ഓക്കെ ആണോ അതോ മദർ ബോർഡിൻ്റെ കംപ്ലയിൻ്റ് ആണോ വരുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളിതിലുള്ള വോൾട്ടേജും കാര്യങ്ങളൊക്കെ അളന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ 12 വോൾട്ടിൽ 5 വോൾട്ട് വേരിയേഷൻ വരുന്ന പോലെ തന്നെ നമുക്ക് ഇത്രയും വോൾട്ടേജും വേരിയേഷൻ ചെയ്തിട്ടാണെങ്കിൽ നമുക്കിവിടെ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ 3 വോൾട്ട് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഹാഫ് വോൾട്ട് വരെ കിട്ടുന്നുണ്ട്. അതുപോലെ 12 വോൾട്ടും കൂടാതെ 7 വോൾട്ടൊക്കെ നമുക്ക് അതിൻ്റെ ഹാഫ് വോൾട്ടേജും ഫുൾ വോൾട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്ര സെക്ഷൻ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു വേരിയേഷൻ കാണുന്നുണ്ടെങ്കിലും മദർ ബോർഡിൽ ഷോർട്ടും കാര്യങ്ങളൊന്നും കാണുന്നില്ല. എല്ലാ വോൾട്ടേജും ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിനി നോക്കാനുള്ളത് ഇപ്പുറം വരുന്ന നമ്മുടെ ഡ്രൈവ് ബോർഡാണ്. ഡ്രൈവ് ബോർഡിൻ്റെ സെക്ഷനിലേക്കാണ് നമ്മളിനി നോക്കേണ്ടത്. അപ്പോൾ ഡ്രൈവ് ബോർഡ് എന്ന് പറയുന്നത് നമുക്ക് LED ഡ്രൈവിൻ്റെ സെക്ഷനാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതിന് നമുക്ക് അവിടെ ഒപ്റ്റ കപ്ലർ വഴി നമുക്കൊരു കൺട്രോളിങ് IC ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഒപ്റ്റ കപ്ലറിലെ വോൾട്ടേജ് നമ്മൾ നോക്കുമ്പോൾ 1.1 വോൾട്ട് സ്റ്റേബിളാണ്. 1.1 മുതൽ 1.7 വോൾട്ട് വരെയൊക്കെയാണ് നമുക്കവിടെ കിട്ടേണ്ടത്. അപ്പോൾ അത് ഓക്കെയാണ്. നമുക്ക് 1.1ലും ചെറിയ വേരിയേഷൻ ഉണ്ടെങ്കിലും അവിടെ പവർ സപ്ലൈൻ്റെ ഇൻപുട്ടിലേക്ക് തന്നെ വോൾട്ടേജ് ഓക്കെയാണ്. കൂടാതെ ഡ്രൈവിൻ്റെ അവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് ഇൻപുട്ടൊക്കെ നമുക്ക് അളന്ന് നോക്കാം. അപ്പോൾ ഡ്രൈവിൻ്റെ അവിടെ മോസ്ഫെറ്റ് വരുന്നുണ്ട്, അവിടെ സ്വിച്ചിങ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ വോൾട്ടേജും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴും നമുക്ക് ഓക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു സെക്ഷനിൽ നമുക്ക് വോൾട്ടേജും ഏകദേശം ഓക്കെയാണ്. അപ്പോൾ ഒരു ഭയങ്കര കൺഫ്യൂഷനുള്ളൊരു സർവീസിങ് ആയിരുന്നു കേട്ടോ. നമുക്കിത് എല്ലാ സെക്ഷനിലും നമുക്കിവിടെ വോൾട്ടേജ് ഓക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ നമുക്കിവിടെ വോൾട്ടേജ് വേരിയൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ. അത് പിന്നെ നമുക്ക് ലൈറ്റും കാര്യങ്ങളും ഒന്നും കിട്ടുന്നുമില്ല. അപ്പം നമുക്കിനിയിപ്പോൾ നോക്കാനുള്ളത് നമ്മുടെ LED ഡ്രൈവിൻ്റെ ഈ സെക്ഷനിലും വോൾട്ടേജൊക്കെ ഓക്കെ ആയ സ്ഥിതിക്ക് നമുക്കിനി LED ഒന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ LEDൻ്റെ കണക്ഷൻ നമുക്കിവിടെ ഊരിയിട്ട് നമുക്കവിടെ എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്നൊക്കെ നമുക്ക് ഔട്ട് നോക്കാം. എന്നാൽ മാത്രമേ നമുക്കിനി അറിയാൻ പറ്റുകയുള്ളൂ. LED സെക്ഷനിലേക്കുള്ള വോൾട്ടേജും കൂടി ഓക്കെ ആവണമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് LED കത്തുന്നില്ലല്ലോ, നമുക്ക് ബാക്ക് ലൈറ്റ് കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു സെക്ഷനും കൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. നമ്മുടെ LEDൻ്റെ അവിടെ കണക്ഷനും കൂടി ഊരാം. ഇനി നമുക്ക് ഈ ഒരു സെക്ഷനിലേക്ക് നമുക്ക് LED ടെസ്റ്റർ വെച്ചിട്ട് നമുക്ക് LED ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ ആ ഒരു സെക്ഷൻ മാത്രമേ ഇനി നോക്കാനുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ നോക്കി. അപ്പോൾ മദർ ബോർഡിൽ വേറെ ഫാൾട്ടൊന്നും കാര്യങ്ങളൊന്നും കാണുന്നുമില്ല. മോസ്ഫെറ്റ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഫീഡ്ബാക്ക് 1.1 വോൾട്ടൊക്കെ കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ ഡയറക്റ്റ് കൊടുക്കുമ്പോൾ TV ഓൺ ആവുന്നുണ്ട് കേട്ടോ. നമുക്ക് 12 വോൾട്ട് ഡയറക്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ TV ഓണായി കിട്ടിയിരുന്നു. ആ ഒരു സെക്ഷൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ നമുക്കിവിടെ വേരിയേഷൻ വരുന്നത് പവർ സപ്ലൈ ആണെന്നുള്ള നമ്മുടെ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ 300 വോൾട്ടിൻ്റെ വോൾട്ടേജ് കാണിക്കുന്നത്. നമുക്ക് LED ഡ്രൈവ് ഒന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ബാക്ക് ലൈറ്റ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 300 വോൾട്ട് എന്നുള്ളത് വേരിയേഷൻ വരുന്നില്ല. അപ്പോൾ ബാക്ക് ലൈറ്റിലേക്കുള്ള വോൾട്ടേജ് അവിടെ വേരിയേഷൻ വരുന്നില്ല. ഇൻപുട്ടിൽ എന്തെങ്കിലും വോൾട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷേ നമുക്കവിടെ വേരിയേഷൻ വരുന്നില്ല കേട്ടോ. അപ്പോൾ ബാക്ക് ലൈറ്റ് കത്തുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫാൾട്ടായിട്ട് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബാക്ക് ലൈറ്റ് നമുക്ക് അഴിച്ചു നോക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം കേട്ടോ. ആ ബാക്ക് ലൈറ്റിൻ്റെ പ്രശ്നം എന്തോന്ന് നോക്കാം. അപ്പോൾ TV നമ്മളിവിടെ അഴിക്കാൻ പോവാണ്. ബാക്കിയെല്ലാം അഴിച്ച ശേഷം നമുക്ക് ഡിസ്പ്ലേ കഴിച്ചിട്ട് ബാക്ക് ലൈറ്റ് അഴിച്ചിട്ട് നോക്കാം. നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം. അപ്പോൾ TVൻ്റെ പാനലും കാര്യങ്ങളൊക്കെ അഴിച്ച് നമുക്കിവിടെ ബാക്ക് ലൈറ്റ് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ബാക്ക് ലൈറ്റ് സ്ട്രിപ്പാണ് വന്നിട്ടുള്ളത്. നമുക്കിതിൽ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ വോൾട്ടേജ് കാര്യങ്ങൾ എന്തെങ്കിലും ബൾബ് കത്തുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾ 300 വോൾട്ട് കൂടെ ഓക്കെയാണ്. നമുക്ക് ഇനി കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ പ്ലസും മൈനസും കാര്യങ്ങളൊന്നും കറക്റ്റ് മാറാണ്ട് സ്പാർക്ക് ചെയ്യാണ്ട് തന്നെ നമ്മൾ ചെക്ക് ചെയ്യണം. 300 വോൾട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ LED കംപ്ലൈൻ്റ് ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ്.
അത്രയ്ക്കും ആക്യുറേറ്റ് ആയിട്ടുള്ള ടെസ്റ്ററൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. നമുക്കിവിടെ കിട്ടുന്ന ടെസ്റ്റർ കാര്യങ്ങളിലൊക്കെ ചെറിയൊരു ആർക്കിങ് വന്നു കഴിഞ്ഞാൽ, നമുക്കൊരു ഹൈ വോൾട്ടേജിൽ ആർക്കിങ് വന്നു കഴിഞ്ഞാൽ LED കംപ്ലൈൻറ്റ്. അപ്പോൾ ഡയറക്റ്റ് തന്നെ നമ്മൾ ഓക്കെ ഇട്ട് കൊടുത്തു നോക്കുക കേട്ടോ. അപ്പോൾ നമുക്കിവിടെ കൊടുക്കുമ്പോൾ ഒരു സ്ട്രിപ്പ് നമ്മൾ കൊടുത്തു നോക്കി, നമുക്ക് അതിൽ ചെറിയൊരു ലൈറ്റ് കണ്ടിരുന്നു. അപ്പോൾ ഈ ഒരു സെക്ഷൻ നമുക്കിവിടെ കത്തുന്നില്ല കേട്ടോ. നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഈ ഒരു LED വർക്കിംഗ് ആണ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ആണ് കത്താണ്ട് വന്നിട്ടുള്ളത്. 2 സ്ട്രിപ്പിൽ ഒരു സ്ട്രിപ്പ് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അതിലിവിടെ ബാക്കി എല്ലാ LED ഓക്കെയാണ്. അപ്പോൾ ലാസ്റ്റത്തെ ഒരു LED കൂടി ഉണ്ട്. അപ്പോൾ ഇത് ഓപ്പണായി പോയതായിരുന്നു ഇതിൻ്റെ ഒരു ഫാൾട്ടായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് വർക്കിംഗ് അല്ല, ബോർഡ് വർക്കിംഗ് അല്ല. അപ്പോൾ നമുക്ക് ഈ ബാക്ക് ലൈറ്റ് മാറ്റിയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കേണ്ടി വരും. എന്നാൽ മാത്രമാണ് നമുക്ക് അടുത്ത കംപ്ലൈൻറ്റ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ബാക്ക് ലൈറ്റ് ഇത്രയും ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഒരു LED പോയിട്ടുണ്ട്. അപ്പോൾ സർക്യൂട്ട് ഓപ്പണാണ്. അപ്പോൾ സീരിയൽ കണക്ഷനാണ് നമുക്ക് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാക്ക് ലൈറ്റ് മാറ്റിയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ബാക്ക് ലൈറ്റ് ഇവിടെ മാറ്റിയിട്ടുണ്ട്. ബാക്ക് ലൈറ്റ് മാറ്റി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പവർ കണക്ട് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ എല്ലാ പവർ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് മൾട്ടിമീറ്റർ വെച്ചിട്ട് നമുക്ക് 12 വോൾട്ട് ഇവിടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഗ്രൗണ്ട് കണക്ട് ചെയ്തു നമുക്ക് 12 വോൾട്ടാണ് നോക്കാം. അപ്പോൾ 12.1 വോൾട്ട് ഓക്കെ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരെ സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്ത് നോക്കാം. അപ്പോൾ സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്യാൻ പോവാണ്. ഓക്കെയാണ്, 12.1 വോൾട്ട് പക്കയായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. വോൾട്ടേജ് അപ്പോൾ സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സ്റ്റാൻഡ് ബൈ റിലീസ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വോൾട്ടേജ് നോക്കാം. 48 വോൾട്ട് ഉണ്ട്. അപ്പോൾ 79 വോൾട്ട് ഉണ്ടായിരുന്നു, 48-50 വോൾട്ടിൻ്റെ അതിൽ സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വേരിയേഷൻ ആയിരുന്നു അതിനുള്ളൊരു കംപ്ലൈൻ്റ് ആയി വന്നിട്ടുള്ളത്. ഔട്ട്പുട്ടിൽ ലോഡ് വരാത്തതുകൊണ്ട് നമുക്കിവിടെ പ്രൊട്ടക്ഷൻ മോഡിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ TVൻ്റെ കംപ്ലൈൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ പ്രൊട്ടക്ഷൻ മോഡിലേക്ക് പോയതുകൊണ്ടാണ് നമുക്കിവിടെ കിട്ടേണ്ടിരുന്നത്. ഇപ്പോൾ നമുക്കിവിടെ LEDൻ്റെ ലൈറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ 3 വോൾട്ടിൻ്റെ 12 LED ആണ് നമുക്ക് ഈ TVയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ 36 വോൾട്ട് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. വോൾട്ടേജ് കാര്യങ്ങളൊക്കെ ഇവിടെ പക്കയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ TV കാര്യങ്ങളൊക്കെ ഇവിടെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്ക്രീനൊക്കെ നമുക്ക് നോക്കാം. സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് സ്ക്രീനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പവർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ TVൻ്റെ എല്ലാ സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് TV ഓക്കെയാണ്. അപ്പോൾ സ്റ്റാൻഡ് ബൈ ഉണ്ട് റിമോട്ടിൽ പവർ സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെൽക്കം ടു ഓക്കെയാണ്, എല്ലാ സംഭവം ഓക്കെയാണ്. പിക്ചർ മോഡ്, സൗണ്ട് മോഡൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സെറ്റിങ്സിൽ നമുക്ക് ചെറിയൊരു സെറ്റിങ്സ് തൊട്ട് ചെയ്തെടുക്കാം. ബാക്ക് ലൈറ്റ് ഒരു 50%ലേക്കൊക്കെ നമുക്ക് ആക്കി വെച്ച് കൊടുക്കാം. എന്ന് വെച്ചാൽ നമുക്ക് ഓവറോൾ ബാക്ക് ലൈറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ബാക്ക് ലൈറ്റ് ഒരു മീഡിയത്തിൽ മതിയാവും. അപ്പോൾ നമുക്കിവിടെ സെറ്റിങ്സിൽ പിക്ചർ സെറ്റിങ്സിൽ നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഉണ്ടാവും. നമുക്കതിൽ നോക്കുമ്പോൾ കളർ കോൺട്രാസ്റ്റ് ഒക്കെ ഉണ്ട്. അതിലിവിടെ ബാക്ക് ലൈറ്റ് ഉണ്ട്. ആ ബാക്ക് ലൈറ്റ് നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുമ്പോൾ 43% ഉള്ളത്, 100 വരെ വരാം. അപ്പോൾ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും TVൻ്റെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ബാക്ക് ലൈറ്റും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് മൂവ്മെൻറ്റ് നടത്താം. അപ്പോൾ ചില TVയിൽ മാത്രമാണ് ഈ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് വന്നിട്ടുള്ളൂ. അങ്ങനെ പ്രൊട്ടക്ഷൻ മോഡിലേക്ക് പോകുന്നത് നമുക്ക് ഇതിൻ്റെ ബാക്ക് ലൈറ്റിൽ ലോഡും കാര്യങ്ങളും വെച്ചിട്ടാണ് നമുക്കിതിൽ പ്രൊട്ടക്ഷനിലേക്ക് പോകുന്നത്. അതൊരു മൈക്രോ സെക്കൻഡിനുള്ളിൽ തന്നെ പ്രൊട്ടക്ഷനിലേക്ക് പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഫാൾട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയത്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടാൻ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.